ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് കാണിക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലെ വളരെ പ്രസിദ്ധമായൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ആണ്. ഇവിടെ ഞങ്ങൾ രണ്ടാം തവണയാണ് വരുന്നത്. 2018 ഞങ്ങൾ ആയിട്ട് വന്നത്. അപ്പോൾ കുഞ്ഞു മക്കളായിരുന്നു. അപ്പോൾ എടുത്ത ഫോട്ടോസും ഒക്കെ ഉണ്ട്. അത് ഞാൻ പിന്നീട് ഒരു ദിവസം ഷോർട്സ് ആയിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞങ്ങൾ അവരറിവ് വെച്ചേ പിന്നെ ഇതൊരുപാട് ഹിറ്റ് സിനിമകളിലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മണിച്ചിത്രത്താഴ് പോലുള്ള എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് മൂവിയൊക്കെ കാണുമ്പോൾ അപ്പോൾ ഞാൻ പറയും മക്കൾ ഇവിടെ പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് ഓർമ്മ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി അവരെ കൊണ്ടുവന്നാണ്. അന്ന് വന്ന പോലെ തന്നെ ഞങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവിടെ നിന്നാണ് ഇത് എൻജോയ് ചെയ്തത്. അതെന്താ കാരണം എന്ന് ഞാൻ പറയാം. കാരണം ഇത് ടൈമിംഗ് ആണ്. രാവിലെ നമുക്ക് 9 മണിക്ക് ഇത് തുടങ്ങിയാൽ നമുക്കിത് ഓപ്പൺ ചെയ്താൽ 12:30 ഇത് ക്ലോസ് ചെയ്യും. വീണ്ടും ഇത് റീ ഓപ്പൺ ചെയ്യുന്നത് 2 മണിക്കാണ്, 4:30 വരെ. ടൈമിംഗ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞങ്ങൾക്കിത് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ വരും. ഉച്ചയോടുകൂടി ഞങ്ങൾ അതിൻ്റെ ഒരു പകുതിയോളം കണ്ടു തീർക്കും. കയ്യിൽ നമ്മൾ പൊതിച്ചോറ് കരുതും. അവിടെ ഇരുന്ന് ഞങ്ങൾ 2018 പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ആ ഒരു ഓർമ്മ റിക്കളക്ട് ചെയ്തിട്ട് വീണ്ടും ഞങ്ങൾ പൊതിച്ചോറൊക്കെ അവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചു. നമ്മൾ വേസ്റ്റൊന്നും അവിടെ ഇടരുത്, അതൊക്കെ ഞങ്ങൾ തന്നെ കൊണ്ടുവന്നു. അതിനുശേഷം അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. വീണ്ടും 2 മണി വരെ അവിടെ ഒരു ഡിയർ പാർക്കൊക്കെ ഉണ്ട്. ഡിയർ പാർക്കൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും കാണാത്ത ഭാഗങ്ങൾ കാണാം. ഇത് അതിൻ്റെ അടുത്ത ഭാഗങ്ങളാണ്. ഇതൊരു 4 കെട്ട് പോലെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നടക്കുമ്പോഴും നമ്മുടെ സൂപ്പർ ഹിറ്റ് സിനിമയായ മണിച്ചിത്രത്താഴിലെ ഓരോ ഭാഗങ്ങളായിട്ട് ഓർമ്മ വരുന്നത്. അപ്പോൾ ഞാനതിൻ്റെ ഇൻസ്പിറേഷൻ കൊണ്ട് ഒരു റീലൊക്കെ എടുത്തു കേട്ടോ അവിടെ. അപ്പോൾ അത്രയും ഇതാണ്, ഭയങ്കര ശാന്തസുന്ദരമാണ്. ഇനി ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. ഇത് എറണാകുളം തൃപ്പൂണിത്തുറയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തൃപ്പൂണിത്തുറ ജംഗ്ഷനല്ല, കുറച്ചിങ്ങ് മാറിയിട്ടാണ്. അങ്ങോട്ട് നമ്മുടെ കാക്കനാട് നിന്ന് 7 കിലോമീറ്ററും നമ്മുടെ എറണാകുളം സൈഡിൽ നിന്ന് 12 കിലോമീറ്ററുമാണ് ഇതിലോട്ട് വരേണ്ട ദൂരം. നമ്മൾ വരുമ്പോൾ തന്നെ അതിന് ടിക്കറ്റ് എടുക്കണം. നമുക്ക് അഡൽസിന് 35 രൂപയും കൊച്ചുകുട്ടികൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് ക്യാമറ കയറ്റുന്നതിന് 20 രൂപ എക്സ്ട്രാ കൊടുക്കണം. വീഡിയോഗ്രാഫി ചെയ്യുന്നതിന്, അതായത് സേവ് ദ ഡേറ്റ് പോലുള്ള വീഡിയോസൊക്കെ പിടിക്കുന്നതിന് അതകത്ത് അനുവദനീയമല്ല, പുറത്ത് മാത്രമേ പറ്റുള്ളൂ. പിടിക്കുന്നതിന് 2000 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മളകത്തോട്ട് കയറുമ്പോൾ നമുക്കിതിങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ കൊട്ടാരം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാറിനോ വണ്ടിക്കോ നമുക്ക് ഇനി അറ്റം വരെ വരാം, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറിയും വരാം. അവിടെ വരെ കാറ് പാർക്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് സെപ്പറേറ്റാണ് അതിൻ്റെ ചാർജ് വരുന്നത്. അപ്പോൾ നമുക്കധികം നടക്കാൻ കഴിയാത്തവർക്ക് അങ്ങനെ വരാം. ഞങ്ങൾ എന്തായാലും അവിടെ വരെ വണ്ടിക്ക് വന്നു. പിന്നീട് ഞങ്ങൾ കുറേ സ്റ്റെപ്പ് നടന്നു. അങ്ങനെയാണ് ഞങ്ങൾ വന്നത്. അതുപോലെ തന്നെ ഇത് 1865 ഈ കൊട്ടാരം സ്ഥാപിക്കപ്പെട്ടത്. ഇത് 54 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കൊട്ടാരത്തിൽ 49 മനോഹരമായ ഒരുപാട് കെട്ടിടങ്ങൾ കൂടി ചേർന്നതാട്ടോ ഇത്. അതുപോലെ തന്നെ ഇതിൽ ഡിയർ പാർക്ക് ഉണ്ട്. ഇതുപോലെ മാനുകളുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഓരോ കെട്ടിടങ്ങളും നമുക്ക് ആ ഒരു സിനിമയിലത്തെ ഓരോ ഭാഗങ്ങളും ഓർമ്മിപ്പിക്കുന്നതാട്ടോ. എല്ലാവരും പോയിട്ടുണ്ടാകും, ഞങ്ങളും പോയിട്ടുണ്ട്. എന്നാലും ഇത് പോവാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉപകരിക്കുമല്ലോ എന്ന് കരുതിയാട്ടോ ഞാനിത് വീഡിയോ ഇട്ടത്. പിന്നെ അവിടെ പിള്ളേർക്കൊരു പ്ലേ ഏരിയ ഉണ്ട്. നടന്നാലും തീരാത്ത അത്രയും ഭംഗിയാണ്. നമുക്ക് കപ്പിളായിട്ടോ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് സിംഗിളായിട്ടോ ഒക്കെ വരാൻ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങളിത് ആ ഒരു പൊതിച്ചോറൊക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ ഇവിടെ രാജാവ് ഉപയോഗിച്ചിരുന്ന ഒരു കസേര, പണ്ട് രാജ്ഞിമാരൊക്കെ കൊണ്ട് നടന്നിരുന്ന ആ ഒരു പല്ലക്ക്, എല്ലാം അവിടെ മൈന്യൂട്ട് സാധനങ്ങളും അവിടെയുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട്. ഞാനിത് ഷോർട്ടാക്കി കൊടുത്തു എന്നുള്ളൂ. നമ്മളവിടെ ചെല്ലുക, എൻജോയ് ചെയ്യുക. അപ്പോൾ പിള്ളേർ ഇവിടെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. കുറേ ഊഞ്ഞാലൊക്കെ ഉണ്ട് അവിടെ. കുറേ നേരം മക്കൾ ആടിക്കളിച്ച് നടന്നു. ഡിയർ പാർക്കിലാണ് അവർ കുറേ എൻജോയ് ചെയ്തത്. പിന്നെ അത്യാവശ്യം നമുക്ക് ദാഹമൊക്കെ തീർക്കാൻ ചെറിയ റെസ്റ്റോറൻറ്റൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചായിരുന്നു. അതിനൊക്കെ ശേഷം ഞങ്ങളിത് അവിടെ നിന്നൊരു 4:30 അടച്ചപ്പോഴാണ് വീണ്ടും ഇറങ്ങിയത്. അത്രയും സമയം അവിടെ എന്താ കാണാനുള്ളതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഈ ഹിസ്റ്ററി ഇഷ്ടമായതുകൊണ്ട് മക്കൾക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു രാജകീയമായൊരു പഴമയൊക്കെ കാണാൻ പറ്റുമല്ലോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ അന്ന് ഇതായിരുന്നു എന്ന് പറഞ്ഞല്ലോ ചിൽഡ്രൻസ് ഡേ. അപ്പോൾ ഞങ്ങൾ അന്ന് മക്കളെയും കൊണ്ട് ഈവനിങ് 6 മണിയുടെ സിനിമയ്ക്ക് പോയി. സിനിമ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു അടിപൊളി ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ഉച്ചയ്ക്ക് പൊതിച്ചോറായതുകൊണ്ട് വൈകിട്ട് ഞങ്ങൾ കുഴിമന്തി ആട്ടോ കഴിച്ചത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു അവിസ്മരണീയ ഓർമ്മയാട്ടോ ഇത് ഇന്ന് കാണുമ്പോഴും. കാരണം നമ്മുടെ അടുത്ത് തന്നെ ഇത്ര ഒരു ഇതുള്ളത് കാണാത്തവർ പോയി കാണുക കേട്ടോ.